കവിതയെ അല്ലെങ്കിൽ ഫിക്ഷനുകളെ, ലേഖനങ്ങളെ, ഏതിനെയായിരുന്നാലും നമ്മൾ കേട്ട് മനസ്സിലാക്കി അറിഞ്ഞ രീതിയിലേ പോകൂ എന്നുള്ളതാണെങ്കിൽ നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് സാഹിത്യ സദസ്സുകളിൽ ആളുകൾ ഉണ്ടാകുന്നില്ല എന്നൊരു വലിയ വിമർശനമുണ്ട്. പക്ഷെ അത് ആ വിമർശനത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും പറയാറുണ്ട്, ഈ 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഈ കവി സദസ്സുകളിൽ അല്ലെങ്കിൽ ഇത്തരം സാംസ്കാരിക സദസ്സുകളിലൊക്കെ ചെറുപ്പക്കാരെ കാണുന്നില്ല, യുവാക്കളെ കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ അവർ എഴുത്തിന്റെയും വായനയുടെയും ലോകത്ത് ഉണ്ട് എന്നുള്ളതാണ്. റാം കെയർ ഓഫ് ആനന്ദി വായിച്ചത് ലക്ഷക്കണക്കിന് യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, അല്ലെ? മരണവംശം ഇപ്പോഴും ലക്ഷക്കണക്കിന് കോപ്പി വിൽക്കുന്ന പുസ്തകമാണ്. ആത്രേയകം ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് പുതിയ കാലത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള എഴുത്തുകാരൊക്കെ ഇവിടെ ഉണ്ട്, അവരെ വായിക്കുന്നവരുമുണ്ട്. പക്ഷെ നമ്മൾ ഈ പരമ്പരാഗതമായി കൊണ്ടു നടക്കുന്ന കാവ്യ സദസ്സുകളിൽ ചിലപ്പോൾ അവരെ കാണാൻ പറ്റില്ല. കാരണം അവർക്കത് താല്പര്യമില്ല. അവരുടെ താല്പര്യത്തിനും ടേസ്റ്റിനും അനുസരിച്ച് എഴുത്തിനെയും ഫിക്ഷനെയും മാറ്റി പണിയാൻ ആകുമ്പോൾ മാത്രമേ പുതിയ കാലത്തിന് മുന്നിൽ എഴുത്ത് പ്രസക്തമായിട്ട് മാറുള്ളൂ എന്ന് കരുതി പറഞ്ഞ പോലെ എന്താ പറയുക, ന്യൂ ജനറേഷൻ എഴുത്തിനൊപ്പം തന്നെ ആകണം എന്നുള്ളതല്ല. അതിൻ്റെ കാമ്പും കാതലും ഒക്കെ നിലനിർത്തി പുതിയ തലമുറയെ ആകർഷിക്കുന്ന തരത്തിൽ എഴുത്തിനെ പരിവർത്തിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഇരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം അതാണ്. എങ്ങനെ നമ്മുടെ എഴുത്തുകൾ, നമുക്ക് ഓരോരുത്തർക്കും എഴുത്തിന്റെ ശൈലികൾ ഉണ്ടാവുമല്ലോ, ഓരോരുത്തരും എഴുത്തുന്ന രീതികൾ ഉണ്ടാകാം, ശൈലികൾ ഉണ്ടാകാം, പ്രമേയങ്ങൾ ഉണ്ടാകാം. ഇതിനെയൊക്കെ പുതിയ കാലത്തിനൊത്ത് എങ്ങനെ രൂപപ്പെടുത്താം എന്നത് ഈ കൂടിയിരുത്തത്തിൽ സാധ്യമാകും. ഇടയ്ക്കിടെയുള്ള കൂടിയിരുത്തത്തിൽ അത് സാധ്യമാകുന്നുള്ള. പലപ്പോഴും ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ഇരുന്ന് നമുക്ക് തോന്നുന്ന മാത്ര സാധനങ്ങളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും എഴുത്തുകാരിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിൽ നിന്നുള്ളൊരു മാറ്റം സാധ്യമാകേണ്ടതുണ്ട്. നാടിന്റെ പൾസ് അറിയാന്നുള്ളതാണ്. ഗ്രാസ് റൂട്ടിൽ നിന്നിട്ട് എന്താണ് സമൂഹം ആവശ്യപ്പെടുന്ന എഴുത്തിന്റെ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒരു വ്യാപ്തി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പൊ പുതിയ കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ചെറുതല്ല. ഇപ്പൊ നമ്മൾ ആലോചിക്കും, ഇപ്പൊ കഴിഞ്ഞ എന്താ പറയാ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും ഒടുക്കം മലപ്പുറം ജില്ലക്കെതിരെ നടത്തിയ ആക്ഷേപത്തിന് സച്ചിദാനന്ദൻ എഴുതിയ കവിത ഉണ്ടായിരുന്നു. 5 or 6 വരികളാണ്. പക്ഷെ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളണതാണ്. കവിത എഴുതുന്നവർ ആ രൂപത്തിൽ കാലത്തിന്റെ ആവശ്യകതക്കനുസരിച്ച് അതിനെ പ്രതിരോധമായി ഉപയോഗിക്കുന്നതിൽ എത്രമാത്രം വിജയിക്കാനാകുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം അതാണ് തോന്നുന്നത്. ഈ കാലം ആവശ്യപ്പെടുന്ന, ഈ സമയം ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ നമ്മുടെ എഴുത്ത് എത്രമാത്രം പ്രതിരോധമായി മാറുന്നുണ്ട്. ചുറ്റുപാടുകൾ കലുഷിതമായി നിൽക്കുമ്പോഴും ഞാൻ പൂവിനെ കുറിച്ച് എഴുതൂ, ഞാൻ ചെടികളെ കുറിച്ച് പറയൂ, ഞാൻ പുഴയുടെ ഒഴുക്കിനെ കുറിച്ച് സംസാരിക്കൂ എന്നാണെങ്കിൽ അത്തരം എഴുത്തുകൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് കരുതുന്നയാളാണ് ഞാൻ. ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ ഗസയിൽ പ്രശ്നം നടക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിലേക്ക് കണ്ണെറിയാൻ എനിക്ക് തൽക്കാലം എന്തില്ല, നേരമില്ല, ഞാൻ ഭാരതപ്പുഴയിലേക്ക് നോക്കിയിരിക്കൂ എന്ന് പറയുന്ന എഴുത്തുകാർ എനിക്ക് തോന്നുന്നത് അവർ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ ആ അർത്ഥത്തിൽ പുതിയ കാലത്തെ അഡ്രസ് ചെയ്യാൻ, പുതിയ കാലത്തെ വായിക്കാൻ എഴുത്തിനാകുമ്പോൾ മാത്രമേ എഴുത്ത് കരുത്തുള്ള ആയുധമായി മാറുകയുള്ളൂ എന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഥ എഴുതാത്ത, കവിത എഴുതാത്ത, നോവൽ എഴുതാത്ത, ഇത്തരം ഫിക്ഷനുകളിലേക്കൊന്നും തൊട്ടു നോക്കാത്ത ഒരാളാണ്. ഞാനീ പറഞ്ഞ പോലെ എൻ്റെ മേഖല എന്ന് പറയുന്നത് മുന്നിൽ കാണുന്ന സമകാലീനതയോട് എങ്ങനെ പ്രതികരിക്കാം എന്ന് ആലോചിക്കുന്ന കൂട്ടത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അധിക പേരും ഫിക്ഷനുകൾ കൈകാര്യം ചെയ്യുന്ന ഈ കഥയുടെയും കവിതയുടെയും നോവലിന്റെയും ഒക്കെ മേഖലയിലുള്ള ആളുകളാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, പുതിയ തലമുറ എന്നുള്ളത് അക്ഷരങ്ങളെയോ വായനയെയോ പുസ്തകത്തെയോ മാറ്റിവെച്ചവരല്ല. 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. നമ്മൾ എന്താ പറയുക, പരമ്പരാഗതമായി എഴുത്തിനെ കൊണ്ടു നടക്കുന്ന ആൾക്കാർ നിരന്തരമായി പറയുന്നൊരു സാധനമാണിത്. പുതിയ കുട്ടികൾക്ക്, പുതിയ ജനറേഷന് വായിക്കാൻ നേരം ഇവിടെ അവര് മൊബൈലിന്റെ പിന്നാലല്ലേ, അവർ ഒറ്റപ്പെട്ട തുരുത്തുകളിലല്ലേ, അവർ ലഹരിയോടൊപ്പമല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറും പൊള്ളു വർത്താനങ്ങളാണ്. അവർ വായിക്കുന്നവരുണ്ട്. നിങ്ങൾ ചെറിയ മക്കളെ കുറിച്ച് ഒന്ന് പോയി നോക്കൂ, വായിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക്. അവർ വായിക്കുന്നത് എന്താ പറയാ, നമ്മുടെ മലയാളത്തിലെ രചനകൾ മാത്രമല്ല, ലോക ക്ലാസിക്കുകൾ കയ്യിൽ കരുതി നടക്കുന്ന +2-കാരും ഡിഗ്രിക്കാരുമായ നിരവധി കുട്ടികൾ നമ്മുടെ ചുറ്റിലുണ്ട്.
എഴുത്തിനെ ആ രൂപത്തിൽ ഗൗരവത്തോടെ എടുക്കുന്നവർ, കാണുന്നവർ, അവർക്ക് മുന്നിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ കനമുള്ള എഴുത്തുകൾ സാധ്യമാക്കപ്പെടേണ്ടതുണ്ട്. അത് ഈ കൂടിയാലോചനകളിലൂടെ പരിവർത്തിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് കരുതുന്നത്. അതുതന്നെയാണ് ഈ ഇരുത്തത്തിന്റെ പ്രസക്തി എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഉള്ളവരൊക്കെയും ഏറെ എന്താ പറയാ, തഴക്കവും പഴക്കവും ചെന്ന ആളുകളാണ്. എഴുത്തിനെ ആ അർത്ഥത്തിൽ നല്ല കാമ്പോടെ കാതലോടെ കൊണ്ടു നടക്കുന്നവരാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, സിവി റോഡ്, പൊന്നാനി.